ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വഴിമുട്ടി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഫെബ്രുവരി 1 മുൻപ് കുറ്റപത്രം സമർപ്പിക്കാനായില്ലെങ്കിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായേക്കും. നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനാകാത്തതാണ് പ്രതിസന്ധി. അതിനിടെ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ SIT ചോദ്യം ചെയ്തു. PS പ്രശാന്തിനെയും അജികുമാറിനെയും വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കും. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമിക കുറ്റപത്രം പോലും നൽകാൻ SITക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. നഷ്ടമായ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുരാരി ബാബു പുറത്തിറങ്ങിയതുപോലെ തന്നെ കുറ്റപത്രം ഇനിയും വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പുറത്തിറങ്ങുമെന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ SIT ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും വേഗത്തിൽ നീക്കുപോക്കാക്കുക? ആര്യ, ഹരിപ്രിയ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ വെട്ടിലായിരിക്കുകയാണ് SIT എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യം മുരാരി ബാബു പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഊഴം D സുധീഷ് കുമാറിൻ്റെതാണ്. ജനുവരി 30 ഈ 90 ദിവസം കഴിയുകയാണ് സുധീഷ് കുമാറിന്റെ കാര്യത്തിൽ. അതിനുശേഷം 1-ാം തീയതി തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 90 ദിവസം തികയുകയാണ് രണ്ടാമത്തെ കേസിൽ. അങ്ങനെ ഓരോരോ പ്രതികളായി പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം SITക്ക് മുൻപിലുണ്ട്. അപ്പോൾ ഏറ്റവും അടിയന്തര സ്വഭാവത്തോടുകൂടി പൂർത്തീകരിക്കേണ്ടത് കുറ്റപത്രം നൽകാനുള്ള നടപടികളാണ്. അതും അന്തിമ കുറ്റപത്രം ഇപ്പോൾ നൽകേണ്ടതുമില്ല. സാങ്കേതികമായി ഒരു ഭാഗിക കുറ്റപത്രം അല്ലെങ്കിൽ പ്രാഥമിക കുറ്റപത്രം മാത്രമാണ് നൽകേണ്ടത്. പക്ഷേ SITക്ക് ഇപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്.